ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനായി പിരിച്ചെടുത്ത പണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യവും സുതാര്യവുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ്. ഇന്ത്യൻ ഫാഷൻ സ്ട്രീറ്റ് വാക്ക് 2025 മലയാളിയായ സുജിത്ത് വോൾഗ. മായാജാല വിദ്യയ്ക്ക് കോഴിക്കോട് സ്വദേശിക്ക് ലോക റെക്കോർഡ്. രഞ്ജിത്ത് മോഹനനാണ് റെക്കോർഡ് നേടിയത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തളി മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനായി പിരിച്ചെടുത്ത പണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യവും സുതാര്യവുമാണെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി. തിരുവാഭരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതിയാണ് ചെയർമാനെയും ജനറൽ കൺവീനറെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ബോർഡ് വെക്കാൻ കാരണമായതെന്ന് ചെയർമാൻ ബാലകൃഷ്ണ ഏറാടിയും ജനറൽ കൺവീനർ രാംദാസും പറഞ്ഞു. 12,30,000 ഉണ്ടായിരുന്നു. ആ 12,30,000 രൂപ ഞങ്ങൾ കുടിയിട്ടിട്ട് അതിൻ്റെ കോപ്പി സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിന്റെ കോപ്പി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഒറിജിനൽ തന്നെ നമ്മൾ അയച്ചു തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറിജിനലും അയച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് എവിടെ ഇട്ടൊന്നും അത് ഞങ്ങളുടെ ഞങ്ങൾ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ബോർഡുകളൊക്കെ അടമ്പത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഉത്സവാഘോഷത്തിന് പിരിച്ചെടുത്ത പണത്തിൽ മിച്ചം വന്ന 12,30,000 രൂപ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിൽ കേരള ഗ്രാമീൺ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി വെച്ചിട്ടുണ്ടെന്നും ഇതിൽ എല്ലാ കണക്കുകളും ഓഡിറ്റിനു ശേഷം ജനറൽ ബോഡി അംഗീകരിച്ചതാണെന്നും ചെയർമാനും ജനറൽ കൺവീനറും വിശദീകരിച്ചു. എന്നാൽ മിച്ചം വന്ന പണം സ്വന്തം പേരിൽ നിക്ഷേപിച്ചു എന്ന തരത്തിൽ അധിക്ഷേപിക്കുന്ന ബോർഡ് തളി ക്ഷേത്രത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2023 നഷ്ടപ്പെട്ട തിരുവാഭരണം സംബന്ധിച്ച് പോലീസിൽ നൽകിയ പരാതിയിലെ വൈരാഗ്യം കൊണ്ടാകാം ബോർഡ് വന്നതെന്നും മിച്ചം വന്ന പണം നടപ്പന്തൽ നിർമ്മിക്കാനായി ഉപയോഗപ്പെടുത്തുമെന്നും ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണ ഏറാടിയും ജനറൽ കൺവീനർ രാംദാസും പറഞ്ഞു. ഭഗവാന്റെ തിരുവാഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധനമല്ല. അത് ആരാണ് എടുത്തിട്ടുള്ളത് ചിലവ് തിരിച്ചറിയണം. അന്നത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല. അത് 100% അത് ആരാണെന്നുള്ളത് അറിയണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ള തീരുമാനമാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാനവിടെ ഇവരോട് സംസാരിച്ചു. അത് കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണോ അതിൻ്റെ പിന്നിലെന്നുള്ള അറിയില്ല. നമ്മളെല്ലാവരെയും എൻ്റെ ഫോട്ടോ പ്രത്യക്ഷത്തിലും ബാക്കിയുള്ളവരുടെയൊക്കെ ഫോട്ടോസ് പരോക്ഷമായിട്ടും അതിൽ ഇതാക്കിക്കൊണ്ട് നാഥനില്ലാത്ത ഒരു ബോർഡ് അവിടെ സ്ഥാപിക്കുകയുണ്ടായി. കമ്മിറ്റി വൈസ് ചെയർമാൻമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങളുടെ അവതരണം, വികസന രേഖാ പ്രകാശനം, വികസന പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനം, ചർച്ച എന്നിവയും കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി നടന്നു. വയോജന സംരക്ഷണ മേഖലയിലെ പ്രവർത്തനം വിപുലീകരിക്കൽ, പഞ്ചായത്തിലെ ഹെൽത്ത് സെന്ററുകളും സബ് സെന്ററുകളും നവീകരിക്കൽ, വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഇടപെടൽ, ലഹരി ഉപയോഗം തടയാനുള്ള നടപടികൾ, കേന്ദ്രീകൃത ഹോം കെയർ സംവിധാനം നടപ്പാക്കൽ, പഞ്ചായത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ നവീകരിക്കൽ, കുടിവെള്ള പദ്ധതികളുടെ സംരക്ഷണം, സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ അഭിമാനമാണ് കേരളം, അല്ലേ? നമ്മൾ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് നമ്മുടെ അഭിമാനം. ഇന്ന് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് എന്നു വേണ്ട എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എല്ലാ വിഭാഗം ആളുകളെയും. എവിടെയാണോ പ്രശ്നങ്ങൾ അവിടെ ആ സ്പോട്ടിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രശ്ന പരിഹാരം കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഇത്തരം വികസന സദസ്സുകൾ നമ്മൾ ആസൂത്രണം ചെയ്ത്, നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഭാവിയിലേക്ക് നമുക്കുണ്ടാവേണ്ടത്. ഭാവിയിലുള്ള വികസന പ്രവർത്തനത്തിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നമ്മുടെ പഞ്ചായത്തിൽ എവിടെയാണ് വിടവുകളുള്ളത്? പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ ബി ഭൂപേഷും നഗരസഭയുടെ നേട്ടങ്ങൾ സെക്രട്ടറി അഞ്ജു രാജുവും അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ്, വൈസ് പ്രസിഡന്റ് സി കെ ശിവദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഇന്ത്യൻ ഫാഷൻ സ്ട്രീറ്റ് വാക്ക് 2025 ഇത്തവണ മലയാളിയും. കോഴിക്കോട് സ്വദേശി സജിത്ത് വോൾഗയാണ് പാരീസ് സ്ട്രീറ്റ് ഫാഷൻ വാക്കിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ഫാഷൻ സ്ട്രീറ്റ് വാക്ക് 2025 ഇത്തവണ ഫ്രാൻസിലെ പാരീസ് നഗരത്തിലും നെതർലാൻഡിലെ ആംസ്റ്റർഡാം നഗരത്തിലും ഒക്ടോബർ 23 മുതൽ നവംബർ 2 വരെയാണ് നടക്കുന്നത്. പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോയൽ ടാസ്റ്റ കമ്പനിയാണ് സ്ട്രീറ്റ് ഫാഷൻ വാക്കിന്റെ സംഘാടകർ. രാജ്യത്തിലെ പ്രമുഖ നഗരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 14 സൂപ്പർ മോഡലുകളാണ് ഇന്ത്യൻ വസ്ത്രങ്ങളുടെ പുതുമ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നും സൂപ്പർ മോഡലായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സജിത്ത് ബോൾഗയെയാണ്. വൺ ഇന്ത്യ കൈറ്റ് ടീം അംഗം കൂടിയാണ് സജിത്ത്. 5 വർഷത്തിലേറെയായി ദുബായിലും കേരളത്തിലും ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളായ മുംബൈ, ബാംഗ്ലൂർ, ഗോവ ഫാഷൻ ഷോയിലും ഡിസൈനർ ഷോയിലും പേഴ്സണൽ സ്റ്റൈലിസ്റ്റും ഇന്റർനാഷണൽ മോഡലുമാണ് കോഴിക്കോട് സ്വദേശിയായ സജിത്ത് ബോൾഗ. ഏറെക്കാലമായി താൻ കാത്തിരിക്കുന്ന അവസരമാണ് കൈവന്നിരിക്കുന്നതെന്ന് സജിത്ത് ബോൾഗ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് പൂനെയിലുള്ള റോയൽ ടാസ്റ്റ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരുടെ ട്രഡീഷണൽ മറാത്തി ട്രഡീഷണൽ ഡ്രസ്സ് വിത്ത് സ്വാഡ് മാത്രം പറ്റില്ല, മറ്റേ അതിന് റിലേറ്റഡ് ആയ ചപ്പലും ക്രൗണും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു വെഡിങ് വെയർ കമ്പനിയാണ്. വൺ ഓഫ് ദ വെഡിങ് വെയർ കമ്പനി. അപ്പോൾ അവരെ എല്ലാ രാജ്യത്തും പോയിട്ട് നമ്മുടെ മോഡൽസിനെ വെച്ച് സ്ട്രീറ്റ് വാക്കും ലണ്ടനിലുണ്ടായിരുന്നു, മോസ്കോയിലുണ്ടായിരുന്നു, മാൽഡീവ്സ് ബീച്ചിലുണ്ടായിരുന്നു, ബീച്ച് വാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ഞാൻ കാണുന്നു. അപ്പോൾ ഓഡീഷൻ അപ്ലൈ ചെയ്തു. 552 മോഡൽസ് ഉണ്ടായിരുന്നു മൊത്തം. കർണാടകയിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ കുറേ പേര് വിസ പ്രോസസ് അങ്ങനത്തെ കുറേ ആയിട്ട് റിജക്റ്റ് ആയി. എനിക്ക് സെലക്ഷൻ കിട്ടി 6 മെയിൻ മോഡൽസും 8 ഫീമെയിൽ മോഡൽസും. കേരളത്തിൽ ഇപ്പം ഞാൻ മാത്രമേ, ബാക്കിയെല്ലാം പൂനെ, മുംബൈ സ്വദേശികളാണ്. വാർത്താ സമ്മേളനത്തിൽ ആർ ജയന്തകുമാർ, അബ്ദുള്ള മാളിയേക്കൽ, പുത്തൻ വീട്ടിൽ അലി റോഷൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in 3 flavors. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മായാജാല വിദ്യയ്ക്ക് കോഴിക്കോട് സ്വദേശിക്ക് ലോക റെക്കോർഡ്. ഇലക്ട്രോഗ്നീസിസ് ഇല്യൂഷൻ ഗ്രൂപ്പ് എഫക്ട് എന്ന മായാജാലം അവതരിപ്പിച്ച രഞ്ജിത്ത് മോഹനനാണ് റെക്കോർഡ് നേടിയത്. മജീഷ്യൻ RK മലയത്ത് സർട്ടിഫിക്കറ്റ് കൈമാറി. ഇലക്ട്രോനീസിസ് ഇല്യൂഷൻ ഗ്രൂപ്പ് എഫക്ട് എന്ന മായാജാല വിദ്യയ്ക്ക് രാജ്യത്താദ്യമായി ലോക റെക്കോർഡ് സ്വന്തമാക്കി പത്മിയ ഹൈപ്നോസിസ് ആൻഡ് മെന്റലിസം ഇന്റർനാഷണൽ അക്കാദമിയിലെ ഹൈപ്നോട്ടിസ്റ്റും മെന്റലിസ്റ്റുമായ രഞ്ജിത്ത് മോഹനൻ. വൈദ്യുതിയുടെ കൈന്യാസിക ശക്തി, മനഃശാസ്ത്രവും മായാജാലവും സംയോജിപ്പിച്ച് അവതരിപ്പിച്ച പ്രകടനം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടി. രഞ്ജിത്ത് കോഴിക്കോട് സ്വദേശിയാണ്. ഗീത, മോഹനൻ എന്നിവരുടെ മകനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലെൻസ് ഫെഡ് ഗ്ലോബൽ ബിൽഡ് എക്സ്പോ ഒക്ടോബർ 18 മുതൽ 20 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒക്ടോബർ 9 ഉദ്ഘാടനം നിർവഹിക്കും. എക്സ്പോ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുമെന്ന് സംഘാടകർ പറഞ്ഞു. ഇത് നിർമ്മാണ മേഖലയ്ക്ക് ഒട്ടാകെ മാത്രമല്ല, കോഴിക്കോടിന്റെ ടൂറിസം മേഖലയിലും വലിയൊരു ഉണർവുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന സമിതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗങ്ങളെല്ലാം പോകുന്നത് ഞങ്ങളുടെ മെമ്പേഴ്സിന്റെ ക്ഷേമനിധിയിലേക്കാണെന്നുള്ള കാര്യം പ്രസിഡന്റോട് പറയുകയുണ്ടായി. ഒക്ടോബർ 18, 19, 20 തീയതികളിൽ നടക്കുന്ന ബിഗ്ഗസ്റ്റ് ഗ്ലോബൽ ബിൽഡ് എക്സ്പോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ അറിഞ്ഞുകൊണ്ടാകട്ടെ നിങ്ങളുടെ നിർമ്മാണം എന്നതാണ്. കാരണം ഒരു സാധാരണക്കാരൻ വീട് വെക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടുക, ഒരു ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്ററിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നതിനുള്ള വേദിയായിരിക്കും തീർച്ചയായിട്ടും അത്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5000-ഓളം എഞ്ചിനീയർമാർ പങ്കെടുക്കും. ബിൽഡർമാർ, ആർക്കിടെക്റ്റുകൾ, കോൺട്രാക്ടർമാർ, ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾ എന്നിവരും പരിപാടിക്ക് എത്തും. 100,000-ലധികം സന്ദർശകരെയും പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. ലെൻസ് ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ പതാക ഉയർത്തും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒക്ടോബർ 9 എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എക്സ്പോ സ്റ്റാളുകളും അഹമ്മദ് ദേവർകോവിൽ MLA ലെൻസ് ഫെഡ് പവലിയനും ഉദ്ഘാടനം ചെയ്യും. സെമിനാറുകൾ, ചർച്ചകൾ, എഞ്ചിനീയർമാരുടെയും കരാറുകാരുടെയും ബിൽഡർമാരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമങ്ങൾ, അവാർഡ് ദാനം, ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും നടക്കും. ഫുഡ് കോർട്ടും ഒരുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, ജനറൽ സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, എക്സ്പോ കമ്മിറ്റി ചെയർമാൻ KE മുഹമ്മദ് ഫസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദീപാവലിയോടനുബന്ധിച്ച് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ സ്പെഷ്യൽ ക്യാമ്പയിൻ ലാഭത്തിരി ഓഫർ ആരംഭിച്ചു. ഒക്ടോബർ 20 അവസാനിക്കുന്ന ഓഫറുകൾ myji.in-ലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9249001001 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്നിവയിൽ മികച്ച ഓഫറുകളാണ് മൈജിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസ്പ്ലേ പ്രൊഡക്റ്റുകൾക്ക് 80% വരെ വിലക്കുറവുമുണ്ട്. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് എന്നിവ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. പുത്തൻ സാങ്കേതിക വിദ്യയിലുള്ള ടിവികൾ കില്ലർ പ്രൈസ്, സ്പെഷ്യൽ പ്രൈസ് ഓപ്ഷനുകളിൽ ലഭിക്കും. തെരഞ്ഞെടുത്ത AC ബ്രാൻഡുകളിൽ ഫ്രീ ഇൻസ്റ്റലേഷൻ, ഫ്രീ സ്റ്റെബിലൈസർ, എക്സ്ചേഞ്ച് ബോണസ് എന്നിവ ലഭിക്കും. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് എന്നിവയ്ക്കും മറ്റാരും നൽകാത്ത വിലക്കുറവാണ് ലാഭത്തിരി ഓഫറിലൂടെ നൽകുന്നതെന്ന് മൈജി വക്താക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമുമായി മൈജിയുടെ എപ്പിക് ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്.
ഈ ചടങ്ങിലേക്ക് വന്ന് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്ത നല്ലവരായ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. ഇത് ശരിക്കും മൈജിയുടെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പിക് ഷോറൂം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിലേക്കുള്ള എല്ലാ അപ്ലയൻസുകളും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള, അത് അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ ഇല്ലാത്ത ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തൊണ്ടയാട് മൈജി ഫ്യൂച്ചറിലുള്ളത്. സോ കം ആൻഡ് എൻജോയ്, കം ആൻഡ് എക്സ്പീരിയൻസ് ദ എപ്പിക് ഷോപ്പിംഗ് ലെവൽ എക്സ്പീരിയൻസ് ഫ്രം മൈജി ഫ്യൂച്ചർ ഷോറൂം അറ്റ് കോഴിക്കോട് തൊണ്ടയാട്. എല്ലാവരും വന്ന് സ്വയം ആസ്വദിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പള്ളിക്കണ്ടി ശ്രീപാദം അങ്കണവാടിയിൽ നവീകരിച്ച ക്ലാസ് റൂം സജ്ജമായി. ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ KT ഹസൻ കോയ നിർവഹിച്ചു. പള്ളിക്കണ്ടി ശ്രീപാദം അങ്കണവാടിയുടെ നവീകരിച്ച ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം ഹസൻ കോയ KT നിർവഹിച്ചു. സാദിഖ് പള്ളിക്കണ്ടി അധ്യക്ഷനായിരുന്നു. അങ്കണവാടി സൂപ്പർവൈസർ സ്മിത TY, ആയിഷ ടീച്ചർ, SM സാലിഹ്, ആദം PP, ഉമ്മർ കോയ MP, കോയട്ടി PT, മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു. കുഞ്ഞുമോൻ KT, അമ്പിളി MP എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാക് അംഗീകാരത്തോടൊപ്പം പുതിയ ബിരുദാനന്തര കോഴ്സുകളുമായി KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് 8ഓളം കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. നാക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറ്റവും കോഴ്സുകളുടെ പ്രഖ്യാപനവും ഒക്ടോബർ 18 കോളേജിൽ നടക്കും. അതുപോലെ തന്നെ നാക് B++ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ ഏക അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജാണ്. നാക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഏക അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജാണ് നമ്മൾ. 10ഓളം UG കോഴ്സുകളും അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള 10ഓളം PG കോഴ്സുകളും 10ഓളം ഡിപ്ലോമ കോഴ്സുകളുള്ള 30ഓളം കോഴ്സ് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അലൈഡ് ഹെൽത്ത് സയൻസ് ഫീൽഡിലെ അത് മെഡിക്കൽ അനുബന്ധ ശാസ്ത്രശാഖ എന്നാണ് ഈ അലൈഡ് ഹെൽത്ത് സയൻസ് ഉദ്ദേശിക്കുന്നത്. ഈ നാക് അക്രഡിറ്റേഷൻ കേരളത്തിൽ വേറെ ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജിനും ഇല്ല, നമുക്ക് മാത്രമാണുള്ളത്. നാക് അക്രഡിറ്റേഷനിൽ B++ ഗ്രേഡാണ് KMCT കോളേജ് ഓഫ് അപ്ലൈഡ് ഹെൽത്ത് സയൻസസ് കരസ്ഥമാക്കിയത്. കേരള ആരോഗ്യ സർവകലാശാല അഫിലിയേഷനും കേരള സർക്കാർ അംഗീകാരവുമുള്ള കോളേജിൽ നിരവധി ഡിപ്ലോമ, ബിരുദാനന്തര കോഴ്സുകളും നൽകി വരുന്നു. ഒക്ടോബർ 18 കോളേജിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ MP MK രാഘവൻ നാക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കോളേജിന് കൈമാറും. ഇതോടൊപ്പം കോളേജ് പുതുതായി ആരംഭിച്ച 8ഓളം ബിരുദാനന്തര കോഴ്സുകളുടെ പ്രഖ്യാപനം തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിക്കും. വരും ദിവസങ്ങളിൽ നടക്കുന്ന കോളേജ് ഡേയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിക്കും. പുതുതായി കൊണ്ടുവന്ന ബിരുദാനന്തര കോഴ്സുകൾ അലൈഡ് ഹെൽത്ത് സയൻസസിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ മികച്ച സാധ്യതകളോടെ പഠിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും കോളേജ് സാരഥികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സന്ദീപ് S, ചീഫ് അക്രഡിറ്റേഷൻസ് മാനേജർ സലീം KN, IQAC കോർഡിനേറ്റർ ഗ്ലാഡീസ് കമലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യാന്തര നിലവാരമുള്ള സ്പോർട്സ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നു. കോഴിക്കോട്ടെ സീറോ സ്പോർട്സ് സ്കോപ്പും പാലക്കാട് തൃത്താല, തണ്ണീർക്കോട്ടെ എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ ക്യാമ്പസും തമ്മിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. ഫിഫ ഒരു പുതിയ ഒരു ആഗോള തലത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഫുട്ബോൾ ഫോർ ഡെവലപ്മെന്റ്, എല്ലാവിധ ഡെവലപ്മെന്റ്സിനും ഫുട്ബോൾ എന്നൊരാശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തിന്റെ കുട്ടികളുടെ എല്ലാ നിലക്കുമുള്ള വളർച്ചയും അതിലൂടെ സാധ്യമാകുമെന്നാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഫിഫയുടെ ആ ഒരു ഫുട്ബോൾ ഫോർ ഡെവലപ്മെന്റ് എന്ന ആശയവുമായി കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എഡിൻവുഡ് സ്കൂളിൽ 10 ഏക്കർ ക്യാമ്പസിൽ ഫിഫ അപ്രൂവ്ഡ് ടർഫുണ്ട്, സിന്തറ്റിക് ട്രാക്കുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതോടുകൂടെ തന്നെ ഒരു ഇന്റർനാഷണൽ റിക്കഗ്നൈസ്ഡ് ആയ സ്കൂൾ ഒരു സാധാരണ ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ ഇന്റർനാഷണൽ സ്കൂളുകളുടെ ചുറ്റുമതിലുകൾക്കകത്ത് വലിയ പേയ്മെന്റോടുകൂടെയാണ് കയറി ചെല്ലാൻ പറ്റുന്നത്. ഇത് തീർത്തും സാധാരണക്കാരന്റെ പ്രൈസിൽ, സാധാരണ സ്കൂളിന്റെ പ്രൈസിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്.
ഇറ്റാലിയൻ ക്ലബ്ബ് യുവന്റസുമായി കൈകോർത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് സിറോ സ്പോർട്സ് കോർപ്പ് MD സുഹൈൽ ഗഫൂറും എഡിൻവുഡ് ഇന്റർനാഷണൽ ക്യാമ്പസ് MD EV അബ്ദുറഹ്മാനും പറഞ്ഞു. അടുത്ത വർഷത്തേക്കുള്ള സ്കൂൾ അക്കാദമി പ്രവേശനം ഈ നവംബറിൽ തുടങ്ങും. എഡിൻവുഡ് ഇന്റർനാഷണൽ സ്പോർട്സ് സ്കൂൾ ക്യാമ്പസിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഫുട്ബോൾ മൈതാനം, സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്ക്, മൾട്ടിപർപ്പസ് കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട്, സ്വിമ്മിംഗ് പൂൾ, സ്കേറ്റിംഗ് തുടങ്ങി എല്ലാവിധ കായിക ഇനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങളുള്ള ക്യാമ്പസാണ് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനായി പിരിച്ചെടുത്ത പണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യവും സുതാര്യവുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ്. ഇന്ത്യൻ ഫാഷൻ സ്ട്രീറ്റ് വാക്ക് 2025 മലയാളിയായ സുജിത്ത് വോൾഗ. മായാജാല വിദ്യയ്ക്ക് കോഴിക്കോട് സ്വദേശിക്ക് ലോക റെക്കോർഡ്. രഞ്ജിത്ത് മോഹനനാണ് റെക്കോർഡ് നേടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.